ഇന്ന് ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, പക്ഷേ അറിഞ്ഞില്ലായിരുന്നു ഇത്രയും വലിയൊരു കലാപ്രതിഭയാണ്. അപ്പം അച്ഛൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അഭിപ്രായവും എന്നെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, പുള്ളിയെ ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. ഈറ്റ കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു അത്ഭുതം കാണാം കേട്ടോ. കണ്ടിട്ട് നല്ല അഭിപ്രായം പറ, ബാക്കി സംസാരം കേൾക്കാം. എന്താ ചെയ്യുന്നത്? അടുത്ത ഈറ്റ പൊളി എടുക്കുക. പൊളി എടുത്തിട്ട് അത് സൈസാക്കുക. ഈ രീതിയിൽ സൈസാക്കിയിട്ട് ഇതുപോലെ നെയ്തെടുക്കുക. ഇത് വലിയൊരു മാറ്റമായിട്ട് നെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അത് നമ്മൾ എത്ര സൈസ് നെക്കം വേണോ അത് അതിനുള്ള പിന്നെ മോഡൽ വെട്ടി ഒട്ടിച്ചിട്ട് വെട്ടി എടുക്കണം. അത് ഇങ്ങനെ വെട്ടി എടുക്കണം. എന്നിട്ട് അതിനുള്ള അത് പേപ്പർ എന്നിട്ട് ഒട്ടിച്ചിട്ട് വേണം ഇത്. എന്നിട്ട് ഓരോ പീസ് ഇങ്ങനെ വെച്ച് വെട്ടിയെടുക്കുക. ഒരു വലിയ മാറ്റാക്കി ഇത്ര നീളമുള്ള പൊളി എന്തായാലും നീളമുണ്ടോ അത്രയും വീതി നീളത്തിൽ നെയ്തിട്ട് ഇത് വെച്ച് അളന്ന് വരച്ചിട്ട് അത് പശ വെച്ചിട്ട് അത് വെട്ടിയെടുക്കും. ഇങ്ങനെ വെച്ചിട്ട് വെട്ടിയെടുക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെട്ടിയെടുക്കും. ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അങ്ങനെ ഓരോ പീസാക്കിയിട്ട് അത് ഒരു നക്ഷത്രത്തിന് 20 പീസ് വേണം. ഇതുപോലത്തെ 20 പീസ് വേണം. 20 പീസ് വെട്ടിയെടുത്തിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ച് ഈറ്റ കൊണ്ടുവന്നത് ചോളത്തോടത്ത് നിന്ന് കൊണ്ടുവന്ന ചോളത്തോട് ഒരു പിന്നെ പണ്ട് കോട്ടയൊക്കെ നേരുന്നവരെ എനിക്കറിയാവുന്ന അവിടെ പിള്ളേരെ പഠിപ്പിച്ച് ഇവിടെ പ്രൈസ് മേടിച്ചായി ഈ സ്കൂളിൽ. കഴിഞ്ഞ വർഷം എൻ്റെ കൊച്ചിന് കഴിഞ്ഞ വർഷം ഈ വർഷം പ്രൈസ് ഉണ്ട് കൊച്ചിന്. അങ്ങനെ ഇപ്പോൾ നേരത്തെ മുളകൊക്കെ ഉണ്ടാക്കി പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഈ സ്കൂൾ. അങ്ങനെ ചെയ്തതാണ്. എൻ്റെ മനസ്സിലൊരു ഐഡിയ, ഒരു നക്ഷത്രം ഉണ്ടാക്കിയ എങ്ങനെ ആകുമെന്ന് അറിയാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ പണ്ട് ഉണ്ടാക്കിയതാ. ഒരു 10-12 ഉണ്ടാക്കി വീട്ടിൽ ഉണ്ടാക്കുന്ന കണ്ട അന്നേരെ പൊക്കിക്കൊണ്ട് പോയി. ക്രിസ്മസിന് മൊത്തം കൊണ്ടുപോയതാ. പിന്നെ ഞാൻ ഇനിയിപ്പം വരാൻ ചാൻസ് കുറവാണ്. എന്നറിയാം, ഇത്ര ദിവസമായില്ലേ. ഇത് അടുത്ത വർഷം എത്ര ഓർഡർ പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കാൻ. അതുപോലെ പിന്നെ ഇത് കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഇത് ഒരു നെറ്റ് ഒരു മാറ്റ് നെയ്യുന്നത് ഒരു ദിവസം ഇരുന്നാലേ ഒരു മാറ്റ് തീരുന്നു. ഇത് ചക്രക്കണിയാ നെയ്യുന്നത്. കളറടിച്ച് ഈറ്റട ഇത് പോയി പോവുക. ഇത് ഇനി ഇത് പോളിഷ് ചെയ്യും. പിന്നെ ആദ്യം ഇത് കാശത്തോടെ ഈ പൊളി എടുത്ത് കഴിഞ്ഞ് കാശത്തോടെ ഇടണം. ഒരു ദിവസം ഫുള്ളായിട്ട് ഇടണം. ഫുള്ളായിട്ട് ഇട്ടിട്ട് പിറ്റേ ദിവസം കഴുകി പിന്നെ വെയിലത്തിട്ട് ഉണങ്ങണം. ഉണങ്ങിന്ന് പറഞ്ഞാൽ വെള്ളം ഉണങ്ങാനായിട്ടാ, അല്ലാതെ വേറെ പൊളി ഉണങ്ങണ്ട. അത് ഞാൻ ഇതുണ്ടാക്കിയത് 8-10 ദിവസം എടുക്കും. ഈ കഷ്ടപ്പാടുണ്ട്. ഓരോ വന്നാല് ഉണ്ടാക്കി കൊടുക്കും. ഈ സാമ്പിളിത് ഒരെണ്ണം ഒരെണ്ണം പിന്നെ വേറെണ്ണം ഉണ്ട്. വേറെണ്ണം എടുത്തോണ്ട് വർക്ക് പൂർത്തിയായില്ല. എൻ്റെ വർക്ക് ഇവിടെ ഇങ്ങനെ കേട്ടാനായിട്ട് ഇവിടെ പുറത്തു വിട്ടു. പിന്നെ ഇതിൻ്റെ സൈഡ് കൂടെ ഉണ്ട്. മറ്റോടെ ബാക്കി കുറച്ച് പരിപാടി ചെയ്യാണ്. അടുത്ത വർഷം ഞാൻ ഈ വേറെ ഐഡിയ ആയിരിക്കും എൻ്റെ മനസ്സിൽ ഇവിടെ ഇനി ഇതിന്റെ സൈഡെല്ലാം ഒട്ടിക്കാനുണ്ടോ? ഈ സൈഡേ ഒട്ടിച്ചുള്ളൂ. ഇനി ഈ സൈഡ് ഒട്ടിക്കണം, ഈ സൈഡ് ഒട്ടിക്കണം, ഈ സൈഡ് ഒട്ടിക്കണം, ഈ സൈഡ് എല്ലാം ഒട്ടിക്കാൻ കിടക്കണം. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ പൂ വെട്ടി ഇവിടെ ഒട്ടിക്കും. ഇതെല്ലാം പൂ ഒട്ടിക്കാനുള്ള കുര്യൻ. എല്ലാരും വിളിക്കുന്ന കൊച്ചുമാണ്. പറത്താനം.
പുല്ലുമോട്ടാർ റോഡ് പള്ളിക്കടുത്ത്. ഓർഡർ അനുസരിച്ച് അടുത്ത വർഷം ഇത് ഈ വർഷമേ പറയണം, നല്ല ചെയ്യാൻ പറ്റുമോ. പൊളിയെടുക്കണം തന്നെ ഒരു നല്ല സമയം. പൊളിയെടുത്ത് അത് മൊത്തം ട്രീറ്റ് ചെയ്യണ്ടേ. പുള്ളി കഴിഞ്ഞ ദുബായി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാ. ആ പുള്ളി പറഞ്ഞു